നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണമെന്ന ഡയറ്റ് എടുക്കുന്ന സമയത്ത് വിശപ്പ് വരാനും പാടില്ല. അങ്ങനെ ഒരു ഡയറ്റ് നോക്കി നടക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നുള്ളത് ഒരു നേരത്തെ മീൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഒരു പ്ലേറ്റ് വെച്ചാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. ഇത് ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളൊരു പ്രമേഹ രോഗിയായിരിക്കും, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിത് കൃത്യമായിട്ടൊരു മാസം ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിലും നല്ല വേരിയേഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ മലയാളികൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഫുഡ് എടുക്കുന്ന സമയത്ത് അതിലൊരു 80% അല്ലെങ്കിൽ അതിലും കൂടുതലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് എടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള നമ്മുടെ കേരളത്തിലാണ്. ഇതിന് മെയിനായിട്ടുള്ള കാര്യം ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് എടുക്കുന്നതാണ്. എന്നാൽ വ്യായാമങ്ങളൊന്നും ചെയ്യുന്നുമില്ല. ഇനി വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നത് ആരുടെ ശരീരത്തിനാണെങ്കിലും നല്ലതല്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു മീൽ എടുക്കുന്ന സമയത്ത് 30% കാർബോഹൈഡ്രേറ്റ് എടുക്കുക, അതുപോലെ 30% പ്രോട്ടീൻ എടുക്കുക, അതുപോലെ 30% ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് എടുക്കുക, അതുപോലെ 10% ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് എടുക്കുക. ഈ പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു കറക്റ്റ് റേഷ്യോ അല്ല. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 30-30-30 എന്നുള്ള കണക്കിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ 30% കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സമയത്ത് റൈസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വീറ്റ് വെച്ചുണ്ടാക്കുന്ന ഫുഡ് എടുക്കാം, അല്ലെങ്കിൽ റാഗി വെച്ചുണ്ടാക്കുന്ന ഫുഡ് എടുക്കാം, അല്ലെങ്കിൽ ഓട്സ് വെച്ചുണ്ടാക്കുന്ന ഫുഡ് എടുക്കാം. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ഉൾപ്പെടുത്താം. ആ പ്ലേറ്റിൻ്റെ ഒരു 30%, ഏകദേശം ഒരു 30% എന്നുള്ള അളവിൽ, ഒരു കാരണവശാലും അതിൽ കൂടാണ്ടിരിക്കുക. പിന്നെ വരുന്നുള്ള 30% എന്നുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ എഗ്സ് എടുക്കാം. നിങ്ങൾ എഗ് വൈറ്റ്സ് ആണ്. അതുപോലെ നിങ്ങൾ പിന്നെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീർ എടുക്കാം. പിന്നെ വരുന്നുള്ള 30% ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. എന്താണ് ഫൈബർ കണ്ടന്റ് അടങ്ങി? ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, ഇലക്കറികളൊക്കെ ധാരാളം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അത് നല്ലോണം കഴിക്കുക. അതിൻ്റെ അളവ് കുറച്ച് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നുള്ള 10% ചെറിയ അളവിൽ നട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് ഒരു 5, 8, 10 ആൽമണ്ട് അങ്ങനെ എന്തെങ്കിലും അതിൽ കൂടാണ്ട് നോക്കാം. ഇത്തരത്തിലൊരു മീൽ നിങ്ങൾ സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഒരു വ്യായാമം കൂടി ഉൾപ്പെടുത്തുക. ഒരു 40 മിനിറ്റെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടോ തീർച്ചയായിട്ടും വർക്കൗട്ട് കൂടി ചെയ്യുക. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഒരു മാസം നോക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഏറെക്കുറെ നല്ല മാറ്റം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.